ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 16-17 ഡേയ്സിൽ നടന്ന ഒലി ബോർഡിന്റെ ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ആവറേജ് ഓഫ് 11 നമ്പേഴ്സ് ഈ 60. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ ലാസ്റ്റ് 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫുൾ 11 നമ്പേഴ്സിന്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6th നമ്പറിന്റെയും അതുപോലെ HCF ഓഫ് 81 ആൻഡ് 54ന്റെയും ആവറേജ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ നോക്കുക 1, 2, 3 11 നമ്പേഴ്സ് വരെ. അതിൽ ആ 11 നമ്പേഴ്സിൽ ആദ്യത്തെ ഒരു 5 നമ്പേഴ്സ് ആണല്ലോ, 4ഉം 5ഉം കൂടെ എഴുതാം. ഇത്രയും നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 55 ആണ്. അത് ടോട്ടൽ എന്ന് പറയുന്നത് 5 മൾട്ടിപ്ലൈഡ് വിത്ത് 55 എന്ന് പറയുന്നത് 275 കിട്ടും. അതുപോലെ ഇവിടെ ഒരു 6th നമ്പർ ഉണ്ട്. അതല്ലാതെ 7 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 62 ആണ്. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 5 മൾട്ടിപ്ലൈഡ് വിത്ത് 62 ആണ്. അതായത് 310 വരും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഓഫ് 11 നമ്പേഴ്സ്, ടോട്ടൽ എന്ന് പറയുന്നത് 11 നമ്പേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ആവറേജ് 60 ആണ്. സോ ടോട്ടൽ 660 ആയിരിക്കും. സോ ഇതിൽ നമുക്ക് 6th നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ 6th നമ്പർ കണ്ടുപിടിക്കുന്നത്? 275 പ്ലസ് 31 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 585 കിട്ടും. സോ 6th നമ്പർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ 660യിൽ നിന്നും 585 മൈനസ് 98775. സോ 6th നമ്പർ നമുക്ക് 75 എന്ന് കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 6th നമ്പർ കണ്ടുപിടിക്കുക എന്നല്ല. HCF ഓഫ് 81 അതുപോലെ തന്നെ 54, 81ന്റെ 54ന്റെ HCF നമുക്ക് കണ്ടുപിടിക്കാം. അതിന് 81 നമുക്ക് 3/4 എന്ന് എടുക്കാം. 54ന് നമുക്ക് 3 ക്യൂബ് 9 into 6 വരും അല്ലേ, 9 into 2. അപ്പോൾ 3/4 3 ക്യൂബ് 3/4 എന്ന് പറയുമ്പോൾ എത്ര? 54 അല്ലേ. 9 into 9 81 വരും. 3 ക്യൂബ് 27 into 2. അപ്പോൾ 3 ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് 2. സോ ഇതിൽ HCF എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. അതായത് 27 ആയിരിക്കും HCF എന്ന് പറയുന്നത്. ഇനി ആവറേജ് ഓഫ് 75 പ്ലസ് 27 എന്ന് പറയുന്നത് 102 ആണ്. സോ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 102 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് മീൻസ് 51 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. CD എന്ന് പറയുന്നത് ആംഗിൾ ACB യുടെ ഒരു ബൈസെക്ടർ ആണ്, ആംഗിൾ ബൈസെക്ടർ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ BDC കണ്ടുപിടിക്കുക. ഇത് 90 ഡിഗ്രി അല്ലാട്ടോ, ഇത് BDC എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റിനെ നോക്കാം. ഇത് 110 ആകുമ്പോൾ ഇത് എന്തായിരിക്കും? 70 ആയിരിക്കും. സപ്ലിമെന്ററി ആംഗിൾ ആണല്ലോ 70. അപ്പോൾ ഇത് 74 ആയിരിക്കും. സോ അത് തന്നെ ആംഗിൾ B എത്രയായിരിക്കും? 180 മൈനസ് 70 പ്ലസ് 74 144 വരും. അതായത് 36 ഡിഗ്രി വരും. 36 ഡിഗ്രി വരും. സോ ആംഗിൾ ബി നമുക്ക് 36 ഡിഗ്രി കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ BDC ആണ്. അതിൽ ആംഗിൾ DCB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70യുടെ ഹാഫ് ആയിരിക്കും. കാരണം എന്താണ്? അത് ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ ആംഗിളിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണ്. സോ ആംഗിൾ BDC എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 36 പ്ലസ് 35 ആയിരിക്കും. അതായത് 180 ഡിഗ്രി മൈനസ് 71 വരും. ദാറ്റ് മീൻസ് ഇസ് ഈക്വൽ ടു 9 വരും. 109 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. So cos 36 plus cos 75 plus cos 105 plus cos 45 plus cos 144. So cos 36 അതുപോലെ തന്നെ എഴുതി, പ്ലസ് cos 75ഉം അതുപോലെ തന്നെ എഴുതി. cos 105, ഈ cos 105നെ നമുക്ക് cos 90 പ്ലസ് ഒരു 115 എഴുതാമല്ലോ. 90 പ്ലസ് 15 എഴുതാമല്ലോ. അപ്പോൾ cos 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? കോസ് നെഗറ്റീവ് ആണ്. സോ ഇതെന്ത് വരും? മൈനസ് സൈൻ 50 എന്ന് വരുമല്ലോ. സോ നമ്മൾ ഇവിടെ എഴുതും മൈനസ് സൈൻ 50 എന്ന് എഴുതി. നെക്സ്റ്റ് കോസ് 45 നമുക്കറിയാം 1/√2 ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന വാല്യൂ ഏതാണ്? കോസ് 144 ഡിഗ്രി. കോസ് 144 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 90 പ്ലസ് എത്ര വരും? 54 വരും. കോസ് 90 പ്ലസ് തീറ്റ ഇതുപോലെ തന്നെ എന്തായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ മൈനസ് സൈൻ 54 ഡിഗ്രി ആയിരിക്കും. സോ നമ്മൾ വീണ്ടും ഇവിടെ എന്ത് എഴുതും? മൈനസ് സൈൻ 54 ഡിഗ്രി എഴുതും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ് 36ഉം എന്താണ്? അതുപോലെ സൈൻ 54ഉം ക്യാൻസൽ ചെയ്യാം. എങ്ങനെയാണ്? കോസ് 36 എന്ന് പറയുന്നതും സൈൻ 54 എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം 36 പ്ലസ് 54 എന്ത് തന്നെ? 90 ആണ്. സമ്മ 90 ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. സോ അത് ക്യാൻസൽ ആയി. അതുപോലെ കോസ് 75 ഡിഗ്രി മൈനസ് സൈൻ 15ഉം എന്താണ്? അതും സെയിം ആണ്. 75 പ്ലസ് 15 എന്താണ്? അതും 90 ആണ്. സോ കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ആണ് എപ്പോഴാണ്? എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആകുമ്പോൾ. സോ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/√2 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ.
പിയുടെ എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പെൻഡിച്ചർ എടുക്കാം, അതുപോലെ സേവിങ്സ്, അതുപോലെ തന്നെ ഇൻകം. അപ്പോൾ എക്സ്പെൻഡിച്ചർ 10 ആണ്, സേവിങ്സ് 7 ആകുമ്പോൾ ഇൻകം നമുക്കറിയാം 17 ആയിരിക്കും, അതിന്റെ സം ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഇൻകം 10% ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 17 എന്ന് പറയുന്നത് 11/10 ഇത്രയാവുന്നു. അതായത് 118.7 ആയിട്ട് എന്താണ് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് സേവിങ്സിന് എന്ത് സംഭവിച്ചു? സേവിങ്സ് 20%, അതായത് 7ന്റെ 20% ഇൻക്രീസ് ചെയ്തു. 42/5 അല്ലെങ്കിൽ 8.4 ലഭിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ്പെൻഡിച്ചറിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഇൻകം ആണ്, സേവിങ്സ് കിട്ടിയത്. സോ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 18.7 മൈനസ് 84, അതായത് 10.3 വരും. അതായത് എത്രയാണ്? 0.3 കൂടി. സോ 0.3/10 മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? 100 ആയിരിക്കും. അതായത് 3% ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. രണ്ട് സ്ക്വയേഴ്സ്, അതായത് 6 സെന്റിമീറ്റർ സൈഡുള്ള രണ്ട് സ്ക്വയേഴ്സ് ഒരു റെക്ടാങ്കുലർ ഷീറ്റിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യുകയാണ്. ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിക്കുന്നത് റിമൈനിങ് ഷീറ്റിന്റെ ഏരിയ എന്താണ്. സോ റിമൈനിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഏരിയ എത്രയാണ്? 15 മൾട്ടിപ്ലൈഡ് വിത്ത് 10 ആണല്ലോ. അതിൽ നിന്നും ആ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ. സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് സ്ക്വയർ ഉണ്ട്, അത് ഓർക്കണം. 2 ഇൻറ്റു ഒരു സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ അല്ലെ 6 സ്ക്വയർ. സോ 2 ഇൻറ്റു 6 സ്ക്വയർ ആയിരിക്കും, ഇസ് ഈക്വൽ ടു 150 മൈനസ് 36 into 272 വരും. That is equal to 78 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു റെക്ടാങ്കുലർ സിസ്റ്റേണിന്റെ ബേസിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 150 സെന്റിമീറ്റർ ആണ്. സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, സൈഡ്സ് അല്ല, സൈഡ്സിന്റെ റേഷ്യോ 8:7 ആണ് തന്നിട്ടുണ്ട്. സിസ്റ്റം ഫില്ല് ചെയ്തിരിക്കുന്നു, വാട്ടർ വെച്ച് ഫില്ല് ആവുന്നു. അങ്ങനെ 1.4 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് അതിൽ ഇമ്മേഴ്സ് ചെയ്യുന്നു, ഫുൾ ആയിട്ട് ഇമ്മേഴ്സ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ എത്രമാത്രം ഉയരുന്നു, അല്ല ഹൈറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പെരിമീറ്റർ ഓഫ് എ ബേസ് ഓഫ് എ റെക്ടാങ്കുലർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നെയായിരിക്കും. അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ ലെങ്ത് ബ്രെഡ്ത്ത് നമുക്കറിയാം ഇവിടെ 8x പ്ലസ് 7x ആണ്, കാരണം നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ട് 8:7 റേഷ്യോയിലായിരിക്കും. സോ ഇത് 150 ആണ് തന്നിട്ടുണ്ട്. അതായത് 15x എന്ന് പറയുന്നത് 75 ആണ്, വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് ലെങ്ത് എന്ന് പറയുന്നത് 5 8s 40 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 7s 35 സെന്റിമീറ്റർ ആയിരിക്കും. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മളോട് പറഞ്ഞ സിസ്റ്റം ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ആണ്. അപ്പോൾ സോ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും റെക്ടാങ്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സോ 40 മൾട്ടിപ്ലൈഡ് വിത്ത് 35 മൾട്ടിപ്ലൈഡ് വിത്ത് ഹൈറ്റ്. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ക്യൂബിന്റെ വോളിയമിന് ഈക്വൽ ആയിരിക്കും. അതായത് 1.4ന്റെ ക്യൂബ്. 1.4 നമ്മൾ 14/10 എന്ന് എടുക്കുവാണ് കുറച്ചൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്. സോ 14/10 എടുത്തു. സോ ഇത് ക്യാൻസൽ ചെയ്യാൻ വല്ലതും ഉണ്ട്, ഇത് 7 ക്യാൻസൽ ചെയ്യാം. 7 2 വരും. നെക്സ്റ്റ് വരുവാണെങ്കിൽ 2 20 വരും. 20 വരും. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 196 by 1000 into 100 വരും. അത് 196 by 1 2 3 4 വരും. സോ ഇത് നമുക്ക് എത്രയാണ്? 1 2 3 it is 100. സോ ഇത് 100 ആണ്. 1 2 3 4 5 വരും. സോ 196 വന്നിട്ട് ഇപ്പുറത്തോട്ട് ബാക്കി എത്ര വരും? ഒരു 2 പൂജ്യം കൂടെ വരും. സോ 0.0 സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സിലിണ്ടറിന്റെ വോളിയം തന്നിരിക്കുന്നു, ഹൈറ്റും തന്നിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. സോ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് എന്നതാണ്. 22/7. ആർ സ്ക്വയർ നമുക്ക് അറിയില്ല, അതായത് ആർ അറിയില്ല. h 13 ആണ്. ഇത് നമുക്ക് 18018 തന്നിട്ടുണ്ട്. സോ നമുക്കത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ലഭിക്കും? 6 കിട്ടും. സോ 11 വെച്ച് ചെയ്യുമ്പോൾ 11 7 66 3 33 8 വരും. സോ ഇത് 13 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 113 226 6 വരും. സോ ഇതാകുമ്പോൾ 63 വരും. അതായത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടി. സോ ആർ എന്ന് പറയുന്നത് √63 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആണ്. അതായത് 9 ഇൻറ്റു 7 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു ആർ എത്ര കിട്ടും? 3 ഇൻറ്റു 7 21 സെന്റിമീറ്റർ. സോ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. 2 ഇൻറ്റു 22/7 മൾട്ടിപ്ലൈഡ് വിത്ത് 21 ഇൻറ്റു ഹൈറ്റ് 13 ആണ്. സോ ഇത് 3 വരും. സോ 6 ഇൻറ്റു അതായത് 78 ഇൻറ്റു 22 വരും. അത് ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 156 മൾട്ടിപ്ലൈഡ് വിത്ത് 11 ഈസ് ഈക്വൽ ടു 6 5 are 1 1 7 1 1716 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് ത്രൂ GT റോഡ് ബിറ്റ്വീൻ 8 and 11 AM? 8 and 11 AM എന്ന് പറയുമ്പോൾ 7 to 8, അപ്പം അത് കഴിഞ്ഞിട്ടുള്ളൂ 8 മുതൽ 11 വരെ. അപ്പോൾ ഇത് വരും ഇത് 8 വരെ ഇത്രയും, 9 വരെ ഇത്. സോ
8 മുതൽ അപ്പോൾ 136 വരും, 128 വരും, അതുപോലെ 192 വരും. 136 പ്ലസ് 128 പ്ലസ് 192 വരും, 1 2 3 456 വരും. സോ 456 ഇവിടെ വരും. നെക്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 PM ആൻഡ് 5 PM. 2 PM 5 PM, അതായത് 156, 132, നെക്സ്റ്റ് 112. ഇത് എത്ര വരും? 400 വരും. സോ 456 ഈസ് ടു 400 വരും. അതായത് 4 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 114 ഈസ് ടു 100 വരും. 2 ആണെങ്കിൽ 57 ഈസ് ടു 50 വരും. സോ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. പൈപ്പ് എ ഫില്ല് ചെയ്യാൻ, ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് 27 hours ആണ്. ബി ആണെന്നുണ്ടെങ്കിൽ അതേ ടാങ്ക് ഫില്ല് ചെയ്യാൻ 36 hours ലഭിക്കും. സോ നമുക്ക് ടോട്ടൽ വർക്ക് 27നും 36ൻ്റെയും എൽസിഎം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 108 വരും. സോ 108 വന്നു കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി 4 വരും, ബിയുടെ എഫിഷ്യൻസി 3 വരും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, അവ ഓൾട്ടർനേറ്റീവ്ലി ഫോർ 1 hour 1 hour വെച്ച് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എ ചെയ്യുന്നു, പിന്നെ ബി ചെയ്യുന്നു, പിന്നെ എ ചെയ്യുന്നു, അങ്ങനെ. സോ 2 hours ഫില്ല് ചെയ്യുന്നത് 4 + 3 7 ആയിരിക്കുമല്ലോ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടാങ്കിന് 75% ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നത്? ടാങ്കിന്റെ 75% എന്ന് പറയുമ്പോൾ 3/4 വരും. സോ ഇത് എത്ര വരും? 54/2 വരും, 27, 81 വരും. അതായത് 81 ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. 81 ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ നോക്കുക, അപ്പോൾ 81 ആയിരിക്കണം ഇവിടെ വരുന്നത്. സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 വരുമ്പോൾ 7, 10, 11, 12 വന്ന 84 ആയി. അപ്പോൾ 11 എടുക്കുക. അപ്പോൾ 11 എടുത്ത് കഴിയുമ്പോൾ 77 വരെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 22 hours എടുത്തു, അല്ലേ? അപ്പോൾ 77 വരെ ഫില്ല് ചെയ്തല്ലോ. നെക്സ്റ്റ് എ ഓപ്പൺ ആക്കുകയാണ്. നെക്സ്റ്റ് അവർ എ ഓപ്പൺ ആക്കുമ്പോൾ എ എത്രയാണ്? എഫിഷ്യൻസി 4 ആണ്. 4 ആകുമ്പോൾ 23 hour ആയി. 77 + 4 എന്ന് പറഞ്ഞാൽ 81 ആയി. സോ എത്രയായിരിക്കും? 23 hours ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the largest number that divides 97488353. Remainder left is 4637. അതായത് 9748 minus 46. 9702. അതുപോലെ തന്നെ 8353 minus 37. 68316 ലഭിക്കും. സോ ഇവയെ ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, നമുക്ക് ഇവയുടെ എന്താണ് ഡിഫറൻസ് എടുക്കാം. 6628 431. സോ 1386 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. രണ്ട് കാൻഡിഡേറ്റ്സ് എ ആൻഡ് ബി തമ്മിൽ കണ്ടക്ട് ചെയ്ത ഒരു എലക്ഷൻ. അതിൽ ടോട്ടൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന വോട്ട് 24,000 ആണ്. പക്ഷേ ടോട്ടൽ കാസ്റ്റഡ് വോട്ട്സിൽ 10% വോട്ട് ഇൻവാലിഡ് വോട്ട്സ് ആണ്. എക്ക് ടോട്ടൽ വാലിഡ് വോട്ട്സിന്റെ 64% കിട്ടി. ചോദിച്ചിരിക്കുന്നത് എക്കും ബിക്കും കിട്ടിയ വാലിഡ് വോട്ട്സിന്റെ ഡിഫറൻസ് എത്രയാണെന്നാണ്. അപ്പോൾ ടോട്ടൽ വോട്ട്സ് 24,000 ആണ്. 10% ടോട്ടൽ കാസ്റ്റഡ് വോട്ട്സ് ഇൻവാലിഡ് ആണ്. അപ്പം ബാലൻസ് എത്ര വാലിഡ് വോട്ട്സ് ഉണ്ട്? 24,000ന്റെ 90% വാലിഡ് വോട്ട്സ് ആയിരിക്കുമല്ലോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന വാലിഡ് വോട്ട്സിന്റെ 64% എക്ക് കിട്ടി. അതിനർത്ഥം ബാക്കി 36% ബിക്ക് കിട്ടി എന്നാണല്ലോ. ബാക്കി 36% ബിക്ക് ലഭിച്ചു. സോ അവയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 28 ആണ്. സോ ഇതിന്റെ 28% എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ്, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ 24,000ന്റെ 90% കണ്ടുപിടിക്കുക, അതാണ് വാലിഡ് വോട്ട്സ്. പിന്നെ അതിനുശേഷം 64% അങ്ങനെ ചെയ്യാം. അതിൽ എളുപ്പം നമ്മൾ 1 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാം. സോ ഇത് നമുക്ക് 4 0 ഉണ്ട്, മേളിലും സീറോസ് നമ്മൾ കട്ട് ചെയ്തു. സോ ഇത് എത്ര വരും? 4 6 216 മൾട്ടിപ്ലൈഡ് വിത്ത് 28. സോ 216 മൾട്ടിപ്ലൈഡ് വിത്ത് 28 എന്ന് 6 8 4 2 into 4 plus 2 6 6048 ആയിരിക്കും ആൻസർ. ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു പേഴ്സൺ 12,000 rupees സിമ്പിൾ ഇൻട്രസ്റ്റിൽ X% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു 3 വർഷത്തേക്ക്. ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 6120 is equal to 12,000 multiplied with 3 multiplied with x by 100. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇത് സീറോസ് ക്യാൻസൽ ആയി, ഇവിടെ ക്യാൻസൽ ആയി. സോ 12 വരുമ്പം 12 5s are 51. സോ എക്സ് ഈക്വൽ ടു 51 ഡിവൈഡ് ബൈ 13 എന്ന് പറയുമ്പോൾ എത്ര വരും? 51 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 70. സോ ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the values of m for which the following system of equations no solution equationന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഇപ്പം ax പ്ലസ് by പ്ലസ് cz ഈസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ ക്യാപിറ്റൽ ax പ്ലസ്
by പ്ലസ് സി സെഡ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോ സൊല്യൂഷൻ എ ബൈ എ ഈസ് ഈക്വൽ ടു ബി ബൈ ബി ഈസ് നോട്ട് ഈക്വൽ ടു സി ബൈ സി എന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ആ ഒരു ബേസിക് മനസ്സിലാക്കിയിരിക്കണം. സോ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഇപ്പം 3x മൈനസ് എം മൈനസ് 2 മൾട്ടിപ്ലൈ വിത്ത് വൈ പ്ലസ് 12 ഈസ് ഈക്വൽ ടു എം. അതുപോലെ തന്നെ എം എക്സ് മൈനസ് 8y പ്ലസ് 2m ഈസ് ഈക്വൽ ടു 1 എന്നാണ്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും? 3/m ഈസ് ഈക്വൽ ടു m മൈനസ് 2/8 ആണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ഈസ് ഈക്വൽ ടു m ഇൻറ്റു m മൈനസ് 2. സോ ഒരു വാല്യൂ എമ്മിന് ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ 6 ഇൻറ്റു 4 24 ആണ്, എമ്മിന് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ എമ്മിന് ഒരു വാല്യൂയും കൂടെ വരാം, എന്താണ്? -4 അല്ലേ? -4 ഇൻറ്റു -4 -2 എന്താണ്? -6 ആണ്. സോ -4 ഇൻറ്റു -6 എന്ന് പറയുന്നത് 4 ഇൻറ്റു 6 തന്നെ എന്താണ്? 24 തന്നെയാണ്. സോ രണ്ട് ആൻസേഴ്സ് വരാം, 6ഉം -4ഉം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. x equal to 2 plus root 3 ആണ്. Then what's the value of x into x minus 4? So x minus 2 എന്ന് പറയുന്നത് നമുക്കറിയാം √3 ആയിരിക്കും. സോ രണ്ടിടത്ത് ഒരു -2 കൊടുക്കുകയാണെങ്കിൽ x minus 4 എന്ന് പറയുന്നത് √3 minus 2 ആയിരിക്കും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന x multiplied with x minus 4 ആണ്. x എന്ന് പറയുന്നത് 2 plus √3 multiplied with √3 minus 2. ഞാൻ ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് 2 plus √3 ഇൻറ്റു 2 minus √3 ആണ്. അതായത് a plus b ഇൻറ്റു a minus b, ദാറ്റ് ഈസ് 2 സ്ക്വയർ മൈനസ് √3 ഹോൾ സ്ക്വയർ വരും, ദാറ്റ് ഈസ് -1. ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 ഫ്രണ്ട്സ് ഉണ്ട്, നിഷു, അബി, ഷെയ്ൻ, അമാൻ. അപ്പോൾ അവരൊരു ജിം സെറ്റപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഷെയറിങ്ങിന്റെ റേഷ്യോ ആണ് പറയുന്നത്. നിഷു ഈസ് ടു അബി എന്ന് പറയുന്നത് 2:3 ആണ്. അബി ഈസ് ടു ഷെയ്ൻ എന്ന് പറയുന്നതും 2:3 ആണ്. ഷെയ്ന് ഈസ് ടു അമൻ എന്ന് പറയുന്നതും 2:3 ആണ്. സോ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് അമന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവരുടെ 4 പേരുടെ റേഷ്യോ എടുത്താൽ n is to a is to s is to അമൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ആദ്യമേ 2 into 2 into 2 അതായത് 8 വരും. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ റേഷ്യോസ് എടുക്കുന്നതെന്ന് അറിയാമല്ലോ. ആദ്യമേ 2 into 2 into 2, പിന്നെ 3 into 2 into 2 12 വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏത് വരും? 3 into 3 9, 9 into 2 18 വരും. ലാസ്റ്റ് 3 into 3 into 3 27 വരും. സോ നമുക്ക് അമന്റെ ആ ഒരു റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 27 ആണ്. സോ 27 ഹോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 38 58 65. സോ 65ൽ എത്ര വരും? 81250ൽ കണ്ടുപിടിക്കുക. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. 5 1s are 5, 6 are 30, 2s are 10, 5 0. അപ്പോൾ 5 13 വരും. അതുപോലെ തന്നെ 13 മൾട്ടിപ്ലൈ ചെയ്താൽ 1 13, 3 2 26, 6 5 50 വരും. അതായത് 125 മൾട്ടിപ്ലൈഡ് വിത്ത് 27 വരും. 5 7s are 3, 14, 24 27, 2 9, 9 13, 3 3 7 5 0 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ ആണ്. സോ 132 ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്തു, -3 പ്ലസ് 12 ഓഫ് 15 ഡിവൈഡ് ബൈ 10, അതായത് ഓഫ് ആയിരിക്കണം ആദ്യം ചെയ്തു ബോർഡ് മാസ് റൂൾ വെച്ച്. സോ 12 into 15 എന്ന് പറയുമ്പോൾ 180 ഡിവൈഡഡ് ബൈ 10 വരും, ഇസ് ഈക്വൽ ടു 129 പ്ലസ് 18 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 147 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഷോപ്പ് കീപ്പർ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു X% ലോസിൽ, ബട്ട് യൂസസ് എന്താണ്? ഫോൾട്ടി വെയിറ്റ് ആണ്. അതുകൊണ്ട് 25% ലെസ് പ്രൊഡക്റ്റ് ആണ്. വാട്ട്സ് ദ വാല്യൂ ഓഫ് X if its overall profit is 20%? ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ല കോസ്റ്റ് പ്രൈസ് ഇപ്പം X% ലോസ് എന്ന് പറയുമ്പോൾ 100 എന്താണ് സെല്ലിംഗ് പ്രൈസ് 100 മൈനസ് എക്സിലാന്ന് വിചാരിക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അവർ 25% ലെസ് പ്രൊഡക്റ്റിലാണ് വിൽക്കുന്നത്, അതായത് 4 എന്ന് പറഞ്ഞാണ് വിൽക്കുന്നത് ബട്ട് 3 വിൽക്കുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ പ്രോഫിറ്റ് 20%, സോ ഇസ് ഈക്വൽ ടു 6/5. സോ ഇത് നമ്മൾ ഇന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 5 20 5, സോ 100 മൈനസ് എക്സ് എന്ന് പറയുന്നത് 15 into 6 എന്ന് പറയുമ്പോൾ 90 വരും. സോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 10 കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതല്ല നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മളൊരു 1000 kg ആണ് ഉപയോഗിക്കുക. 1000 kgയിലുള്ള ഒരു സാധനം 1000 rupees എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ അത് 25% ലെസ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിന് 1000 kgയുടെ 25% ലെസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന 750 ഗ്രാം, സോറി ഇത് കിലോഗ്രാം അല്ല കേട്ടോ, ഇത് ഗ്രാം. 1 kg എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് ഗ്രാം 1000 ഗ്രാം ആണ്. അപ്പോൾ അത് 750 ഗ്രാം. അപ്പോൾ ശരിക്കും പറയേണ്ടത് എത്രയാണ്? ഒരു kgക്ക് സോറി 1 ഗ്രാമിന് 1 രൂപ വെച്ചെടുക്കുകയാണ് 750 രൂപയാണ് നമുക്ക് വരേണ്ടത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓവറോൾ പ്രോഫിറ്റ് 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1000 റുപ്പീസിൻ്റെ
20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി 20% ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരണം? 5 2s 1000ന്റെ അല്ല, സോറി 1000ന്റെ അല്ല. അതായത് പറഞ്ഞിരിക്കുന്ന ഫോൾട്ടി വെയിറ്റ് ആണ് യൂസ് ചെയ്തത്. അത് 1000 ഗ്രാം 1000 രൂപ, 25% കുറഞ്ഞപ്പം 750 രൂപ, 750 രൂപ 750 ഗ്രാം. സോ നമുക്കപ്പം 750 ഗ്രാമിന്റെ ഓവറോൾ പ്രോഫിറ്റ് 6/5 എന്ന് പറയുന്നത് എത്ര വരും? 900 ആയിരിക്കും അല്ലേ? 900 ആണ് നമുക്ക് വരേണ്ടത്. സോ അതായത് 1000 രൂപയ്ക്ക് കോസ്റ്റ് പ്രൈസ് വന്ന സാധനം നമ്മൾ 900 രൂപ ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അതിന്റെ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, സോ ഓവറോൾ പ്രോഫിറ്റ് അല്ല, അതിന്റെ ആ ലോസ് X% ലോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ബൈ എന്തായിരിക്കും? 1000 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും. സോ എത്ര കിട്ടും? 10 കിട്ടും. സോ അങ്ങനെ എടുക്കാം. അതല്ല ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ആന്റണി ടേക്സ് 5 days മോർ ദാൻ ബാസ്റ്റിയൻ. അപ്പം ആന്റണി ഉണ്ട്, അതുപോലെ തന്നെ ബാസ്റ്റിയനും ഉണ്ട്, കാതറിനും. സോ ആന്റണിയുടെ കേസ് പറയുകയാണ് ബാസ്റ്റിനേക്കാളും 5 ദിവസം കൂടുതലാണ്. അപ്പൊ ആന്റണി ഞാൻ 5 days എടുത്തു കഴിഞ്ഞാൽ ബാസ്റ്റിൻ എന്ന് പറയുന്നത് X-5 എന്ന് എടുക്കാം അല്ലേ? ഇനി ആന്റണിയും ബാസ്റ്റിൻ ടുഗദർ ക്യാൻ ഡു ദ സെയിം ജോബ് ആസ് ദാറ്റ് ഓഫ് കാതറിൻ. രണ്ടുപേർക്കും എന്താണ്? സെയിം ജോബ് ഓഫ് സെയിം ടൈംസ്. അതായത് കാതറിനേക്കാളും 9 ദിവസം കൂടുതലാണ് എന്താണ് ആന്റണി എടുക്കുന്നത്. അപ്പൊ ഇതെന്താണ്? X-9 വരെ. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആന്റണി ബാസിനും, അതായത് 1/x + 1/x-5 എന്ന് പറയുന്നത് 1/x-9 ആയിരിക്കും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x മൾട്ടിപ്ലൈഡ് വിത്ത് x-5 ഈസ് ഈക്വൽ ടു 1/x-9, വിച്ച് ഇംപ്ലൈസ് 2 x ക്യാൻസൽ ചെയ്യാലോ, x ക്യാൻസൽ ചെയ്യാം. സോ 2x-18 എന്ന് പറയുന്നത് x-5 ആണ്. സോ x ഈക്വൽ ടു -5 + 18 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 13. സോ ആന്റണി സോറി, ഇത് മൊത്തത്തിൽ ഒരു X-5 ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. സോ ഇത് 2x-5 ഉണ്ട്. സോ x × x-5 വരും, ഇസ് ഈക്വൽ ടു 1/x-9 ആണല്ലോ. പെട്ടെന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? പക്ഷെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഈസി ഇതിൽ നമ്മൾ ഓപ്ഷൻസിലെ വാല്യൂ പുട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം 2x² മൈനസ് എന്നെടുത്തിട്ട് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ഓരോ നമ്പർ വെച്ച് ടേം വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻസ് ആയിരിക്കും, കുറച്ചുകൂടെ ഓപ്ഷൻസ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുത്തു. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ 16 ആണെന്ന് വിചാരിക്കും. മേളിൽ എത്ര വരും? 16 × 2 32, 32 - 5 എന്ന് പറയുമ്പോൾ 27 വരും. താഴെ എത്ര വരും? 16 × 16 - 5, 16 - 5 11. ഇവിടെ എന്താണ്? 16 - 9. ഓ ഇല്ല, ഒരിക്കലും വരത്തില്ല. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. പിന്നെ x ഈക്വൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ 10 × 2 20, 15/10 10/5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3/10 വരും. അത് വരുമോ? ഇല്ല, ആൻസർ തെറ്റ്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് 15 എന്ന് പറയുന്നത്. 30 - 5 വരും, 25 വരും മേളിൽ. സോ മേളിൽ 25 വരും. സോ താഴെ എന്ത് വരും? 15 ആണെങ്കിൽ 15 × 10 വരും. സോ 5 5 5 3, സോ അത് 1/6 വരും. സോ ഇപ്പുറത്ത് 15 കൊടുത്താൽ 1/6 വരും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. എക്ക് ഒരു ജോലി ചെയ്യാൻ 28 days. എ എടുക്കുന്നത് 28 days ആണ്. ബി എന്ന് പറയുന്നത് 150% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി. അപ്പോൾ അത് ഓർത്തോണം. A/Bയുടെ റേഷ്യോ എന്ന് പറയുന്നത് 150% എന്ന് പറയുന്നത് 150/100, അതല്ലെങ്കിൽ 3/2. അതായത് ബി 2 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് 3/2 കൂടുതലാണ്, 2വിനേക്കാളും 3 കൂടി 5. അപ്പോൾ ഇവരുടെ ഡേയ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡേയ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആയിരിക്കും, ആണല്ലോ. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് നമുക്ക് 28 തന്നിട്ടുണ്ട്. അപ്പോൾ 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ആയിരിക്കും. സോ നമുക്ക് രണ്ടുപേരുടെ ഡേയ്സ് കിട്ടിയല്ലോ. A 28 ആണ്, ബി എന്ന് പറയുന്നത് 70 ആണ്. സോ നമ്മളത് ടോട്ടൽ വർക്കിന് നമ്മൾ 7 4 10 2 28 5 നമുക്ക് എത്ര കിട്ടും? 140 വരും. ഇതെത്ര വരും? 5 വരും. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയും, ഇതെത്ര വരും? 2 വരും. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140/7 ആയിരിക്കും, അതായത് 20 days ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. sec2 θ = cosec θ - 6. അങ്ങനെ തീറ്റയുടെ വാല്യൂ sec2 θ = ഇത് രണ്ടും എന്തായിരിക്കും? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2θ +
തീറ്റ മൈനസ് 36 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് 3 തീറ്റ എന്ന് പറയുന്നത് 126 ആയിരിക്കും. തീറ്റയുടെ വാല്യൂ 42 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതെന്താണ്? സിക് തീറ്റ ഈക്വൽ ടു കൊസിക് തീറ്റ എപ്പോഴാണ്? സിക് എക്സ് ഈക്വൽ ടു കൊസിക് എക്സ് എപ്പോഴാണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 100 മീറ്റർ ലോങ് ട്രെയിൻ ഒരു മാനിനെ ക്രോസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ 10 സെക്കൻഡ്സിൽ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ട്രെയിൻ മറ്റൊരു മാനിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം വാക്കിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 7 km/h. അപ്പോൾ ആദ്യത്തെ നമുക്ക് വേണമെങ്കിൽ എന്താണ് അതിൻ്റെ ആ സ്പീഡ് കിട്ടും, ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടും. പക്ഷേ എന്നാൽ പോലും ടൈം എടുക്കുകയാണെങ്കിൽ സ്പീഡ് ഇസിക്കൽ ഡിസ്റ്റൻസ് ബൈ ടൈം ഇസിക്കൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കിട്ടും. ബട്ട് നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഒരു ഫാക്ടർ നമുക്കവിടെ എടുക്കാൻ പറ്റുന്നില്ല അല്ലേ, ഒന്നും പറ്റുന്നില്ല. സോ ഡേറ്റ ഇന്നാഡിക്വേറ്റ് തന്നെയാണ് ആൻസർ. തന്നിരിക്കുന്ന ഫിഗറിൽ എംഒ ബൈസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾ എമ്മിനെ പെർപെൻഡിക്കുലർ ടു എൻ തന്നിട്ടുണ്ട്. എം എൻ എന്ന് പറയുന്നത് 5x തന്നിട്ടുണ്ട്. എം പി എന്ന് പറയുന്നത് 3y + 28. എൻ ഒ എന്ന് പറയുന്നത് എക്സ്, ഒ പി എന്ന് പറയുന്നത് 2y തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞാൽ 2x - y കണ്ടുപിടിക്കുക. സോ നമുക്കറിയാം ഒരു ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ അതായത് എം എൻ ഈസ് ടു എം പി എന്ന് പറയുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ആ ആംഗിൾ കട്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്നതും. അതായത് എൻ ഒ ഈസ് ടു ഒ പി എന്ന് പറയുന്നത്, ഒ പി എന്ന് പറയുന്നത്. സോ അതേ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ 5x / 3y + 28 എന്ന് തന്നെയായിരിക്കും x / 2y എന്ന് പറയുന്നത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10xy = 3xy + 28x, അതായത് 7xy എന്ന് പറയുന്നത് 28x ആയിരിക്കും. y = 4 കിട്ടും. y = നമുക്ക് 4 കിട്ടി. സോ അതിനർത്ഥം y ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 12 40 കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ y എത്രയാണ്? 4 × 2 8 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ട്രയാങ്കിൾ എം ഒ എൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എം ഒ എന്ന് പറഞ്ഞ സൈഡ് 25x² - x² ആയിരിക്കുമല്ലോ, അതായത് 24x² ആയിരിക്കുമല്ലോ ആ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രയാങ്കിൾ എം ഒ പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്നത് 40² - 8² ആയിരിക്കുമല്ലോ എം ഒ എന്ന് പറഞ്ഞ സൈഡ്. അതായത് എം ഒ എന്ന് പറയുമ്പം 48 × 32 അതായിരിക്കും, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. സോറി, അല്ല, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 40² 1600 - 64 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6731536 ആയിരിക്കും. സോ രണ്ടും എം ഒയ്ക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിനെ എന്ത് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും? അതായത് 24x² എന്ന് പറയുന്നത് എന്തായിരിക്കും? 1536 ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 6 വരും. 4 വെച്ചാണ് 4 4 16, അത് വരത്തില്ല, 16 അല്ല, 4 3 12 വരും, 12 വരും. 3 4 8 32 4 വരും. സോ x² എന്ന് പറയുന്നത് എത്ര വരും? സോ x² എന്ന് പറയുന്നത് 384/6 ആണ്. എത്ര വരും? 6 6 36 4. സോ x = എത്ര വരും? 8 വരും. നമ്മളോട് ഇതൊന്നും അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിരുന്നത് 2x - y, അതായത് 16 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. DA ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൂവീസ് സ്ക്രീൻ ബൈ എക്സ് ഇൻ സെപ്റ്റംബർ ആൻഡ് നമ്പർ ഓഫ് മൂവീസ്? ഓക്കെ, എക്സ് സെപ്റ്റംബറിൽ എടുത്തിരിക്കുന്നത് 900 പ്ലസ്, അതുപോലെ y ഓഗസ്റ്റിലും അതുപോലെ തന്നെ ഒക്ടോബറിലും, അതായത് 800, അതായത് 2200, 3100 ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എസ് ഇഫ് 117 + 101 up to 20 ടേംസ്. സോ ഇതൊരു എ പി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ പി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആണെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ പിക്ക് എക്സാമ്പിൾ 2 4 6 8 എന്ന് പറയുന്നത്. കാരണം ഇതെന്താ 2 ഉം 4 ഉം തമ്മിൽ 2 ആണ്, 4 ഉം 6 ഉം തമ്മിൽ 2 ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ n/2 × 2a + n - 1 × d. d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതുകൊണ്ട് അതുപോലെ തന്നെ n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം, അത് രണ്ടും പറയാമെങ്കിൽ അങ്ങനെയും ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ കോമൺ ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, -6 ആണ്. നെക്സ്റ്റ് 105 അവിടെ -6 തന്നെയാണ്. സോ നമുക്ക് സം എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? 20/2 നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടേം 117, അപ്പോൾ 2 × 117 + n - 1
19 ഇൻറ്റു -6 ആണ്. -6 ആണ് ഡിഫറൻസ് കേട്ടോ. +6 എന്ന് എടുക്കരുത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. സോ ഇത് 234 - 6 9 54 5 114 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൾട്ടിപ്ലൈഡ് വിത്ത് 0 2 1. അതായത് എത്ര വരും? 1200 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, എ പിയുടെ കാര്യത്തിൽ ഇങ്ങനെ. സോ ഈ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക, ജി പി എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്, ഒരു പ്രോഗ്രഷൻ ഉണ്ട്, ഒരു സീരീസ് ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. അതായത് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ റേഷ്യോ ഡിഫറൻസ് എന്ന് പറയുന്നത് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇതായത് ഇപ്പം 2 4 8 16, അതായത് 4/2 എന്താ 2 ആണ്, 8/4 എന്താ 2 ആണ്, 16/8 എന്താ 2 ആണ്. മനസ്സിലായി? അത് കോമൺ റേഷ്യോ ആണ്. അപ്പൊ അങ്ങനെയുള്ള ടേംസിന് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നും പറയും. ഒരു ഷോപ്പ് കീപ്പർ 3 ആർട്ടിക്കിൾ സോൾവ് ചെയ്തു. അപ്പോൾ ഓരോ ആർട്ടിക്കിളും എത്ര രൂപയ്ക്ക് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുക. സോ നമുക്കത് കോസ്റ്റ് പ്രൈസ് ഒരു സെക്ഷൻ എടുക്കാം, സെല്ലിംഗ് പ്രൈസ് എത്ര. അപ്പോൾ ആദ്യത്തെ ഇത് 1200 റുപ്പീസിനാണ് വിറ്റത്, 20%. അതായത് 6 എന്ന് പറയുന്നത് 1200 ആണ്. സോ 5 എന്ന് പറയുന്നത് 1000 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3600 റുപ്പീസ്, ലോസ് 50%, അതായത് 1/2 ആണ്. അപ്പം 1/2 എന്ന് പറയുമ്പോൾ 1, അപ്പോൾ 2 എന്ന് പറയുന്നത് 7200 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് 3600 ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4000 ആണ്, 3%, അപ്പോൾ 3/10 വരും. 30% ലോസ് എന്ന് പറയുമ്പോൾ 3/10. 3/10 എന്ന് പറയുമ്പോൾ 10 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 7 എന്ന് പറയുന്നതായിരിക്കും ഇത്. അതായത് ഇത് എത്ര വരും? 7000 വരും. 7000 വരും. ഇത് 4900 വരും. സോ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും? 15,200 കോസ്റ്റ് പ്രൈസ് വരും. ഇതെന്ന് പറയുന്നത് 0 0 5 17 1 8 അപ്പം 9700 വരും. സോ 15,200 മൈനസ് 9700 എത്രയായിരിക്കും? പ്രോഫിറ്റ് അല്ലല്ലോ, ഇതെന്താണ്? കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അത് ലോസ് തന്നെയാണ്. 5 10 5 5500 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു ലൈവ് മോക്കിൽ ഉണ്ടായിരുന്ന 25 മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.